ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെ മരുമകളെന്ന് ചോദിക്കുമ്പോൾ രണ്ടാളും കൂടെ ഇറങ്ങി വരുമ്പോൾ അതെന്താ രണ്ടാൾ ഇതിലേതാ ഒറിജിനൽ മരുമകളെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് പാർട്ട് 1ഉം പാർട്ട് 2 ആണ്. അതെന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അനിയൻ്റെ ഭാര്യയുടെ അനിയത്തിനെ ചേട്ടൻ കല്യാണം കഴിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അത് അവരിങ്ങനെ ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഈ പറഞ്ഞത്, അശ്വിൻ വിവാഹം കഴിച്ചു എന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അശ്വിൻ ശ്രുതിനെ വിവാഹം കഴിച്ചു എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തീ കേൾക്കുന്നത്, അശ്വിൻ സായിറാമിൻ്റെ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാങ്കമായിട്ട് നടത്തേണ്ടതല്ലേ, ആരും അറിയാതെയാണല്ലോ നിങ്ങളിത് ചെയ്തത്, എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ അവരൊരു പരിഹസിക്കുന്ന പോലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അവിടേക്ക് അശ്വിൻ വരികയാണ്. എന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അതെ ഞാൻ ശ്രുതിയെ വിവാഹം കഴിച്ചു, ലോകത്ത് ആദ്യമായിട്ടാണോ ആരോടും പറയാതെ വിവാഹം കഴിക്കുന്നത്, ആരോടും പറയാതെ സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിക്കുന്നത് ഒരു തെറ്റായിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഇവിടെ ഒരാളും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ വന്ന ആൾ ചോദിക്കുന്നുണ്ട്, അയ്യോ അതിനെന്തിനാ അശ്വിൻ ഇങ്ങനെ ചൂടാവുന്നത്, ഞാൻ കാര്യം ചോദിച്ചതല്ലേ, കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഞാൻ ശ്രുതി വിവാഹം കഴിച്ചു, അതിനിപ്പോൾ അതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ വന്ന കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവർ പറയുന്നുണ്ട്, എന്തായാലും വിളിച്ചപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാമായിരുന്നു, ഞങ്ങൾ ആകെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ, ഒരു മണവാട്ടി ഉള്ളെന്നാണല്ലോ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, എന്തായാലും മറ്റാളെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ, രണ്ടാളും കൂടി എടുത്തോളാൻ പറഞ്ഞു കണ്ടിട്ട് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രീതിയുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനോരമ ഒരുപാട് താഴ്ത്തി കെട്ടിക്ക് ശ്രുതിനെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് അവർ എഴുന്നേറ്റ് പോവുകയാണ്. അതിനൊക്കെ കഴിഞ്ഞവർ പോയതിന് ശേഷം പ്രീതി അതുപോലെ തന്നെ ശ്രുതിയും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി എന്ന് വെച്ചാൽ ആ ഗിഫ്റ്റൊക്കെ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. തുറന്നു നോക്കുന്ന സമയത്ത് മനോരമ ഓടി വരികയാണ്. ആഹാ നീ അവർ കരുണ തോന്നിയിട്ട് നിനക്കും കൂടി ഗിഫ്റ്റ് എടുത്തോളാൻ പറഞ്ഞു വിചാരിച്ചിട്ട് ഇതൊക്കെ എൻ്റെ മരുമകൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്, ഇത് എൻ്റെ മരുമകൾ മാത്രമാണ് ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള മരുമകൾ, നീ വലിഞ്ഞു കയറി വന്നവളാണ്, നിനക്കിതൊന്നും അർഹതപ്പെട്ടതല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, നീ ഒരുത്തി കാരനാണ് ആ വന്നവരുടെ വായിലിരിക്കുന്ന വളിച്ചതും പൊളിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടി വന്നത്, ഇനി ബന്ധുക്കളുടെ ഇടയിലൊക്കെ അവരെന്തൊക്കെ പറഞ്ഞു വരുന്നു ആർക്കും അറിയാം, ഇനി എന്തൊക്കെ ഞങ്ങൾ കേൾക്കാനിരിക്കുന്നു എന്നൊക്കെ പറയും. അവിടേക്ക് മുത്തശ്ശിയും അഞ്ജലിയും വരുന്നുണ്ട്. കാര്യമൊക്കെ എന്താണെങ്കിലും ഇപ്പം മനോരമ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്, ഇനി ബന്ധുക്കളുടെ ഇടയിൽ എന്തൊക്കെയാണ് ആവോ ഇവർ പറഞ്ഞ് പരത്താൻ പോകുന്നത്, എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുക. മുത്തശ്ശി ഇങ്ങനെ മനോരമനെ ന്യായീകരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് അശ്വിൻ വരികയാണ്. എന്താ കഴിഞ്ഞില്ലേ ആൻറ്റി നിങ്ങളുടെ വളഞ്ഞിട്ടുള്ള ക്രോസ് വിസ്താരങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുന്നുണ്ട് എന്താ തെറ്റ്, അപ്പോൾ പറയുന്നുണ്ട്, അതെ ഇത് മതിയാക്കാറായില്ലേ ചോദിക്കുകയാണ്. നീ ചെയ്തതല്ലേ വലിയ തെറ്റ്, നീ ഇതുപോലെ ചെയ്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതെന്ന് പറയുകയാണേ. അപ്പോൾ അശ്വിന് ദേഷ്യം വരികയാണ് കേട്ടോ. ഇതൊക്കെ എന്താ ആദ്യമായിട്ട് നടക്കുന്നതാണോ, എന്തിനാണ് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതിയെ എനിക്കിഷ്ടമാണ്, ശ്രുതി ഞാൻ വിവാഹം കഴിച്ചു, ശ്രുതി എൻ്റെ ഭാര്യയാണ്, അവളെ ആരും മറ്റൊരാരും ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ട് ശ്രുതി ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അശ്വിൻ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് പോകും. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് പോവുകയാണ് അവിടുന്ന്. അതിനുശേഷം പിന്നെ പ്രീതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അവിടേക്ക് വരികയാണ്. ശ്രുതി ഇങ്ങനെ പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രീതി ഇങ്ങനെ മിണ്ടണമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കില്ല ചേച്ചി എനിക്ക് സങ്കടമാവും ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ കൂടെ ചെന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതിയുടെ കണ്ണിൽ നിന്ന് കൺമശി എടുത്തിട്ട് എന്നെ കരിങ്കണ്ണിന് കുത്ത് ഇങ്ങനെ കൊടുക്കുന്ന പോലെ ഒരു കവളത്തൊരു കുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ചേച്ചി ഓർമ്മയില്ലേ, നമ്മൾ രണ്ടുപേരും ഒരേ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് കൊണ്ട് ചെല്ലുന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയുമായിരുന്നില്ലേ, ഇപ്പോൾ അത് സത്യമായി, പക്ഷേ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്നോട് മിണ്ടുന്നില്ല, വലിയ കഷ്ടം തന്നെ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഈ പ്രീതിനെ ചിരിപ്പിക്കാനായിട്ട് ഓരോ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നുണ്ട്. അവസാനം പ്രീതി ചിരിക്കുകയാണ്, നീ ചെയ്തിട്ടുള്ള കാര്യത്തിന് നിന്നോട് മിണ്ടേണ്ട അല്ല, പക്ഷേ എങ്കിലും നിന്നോട് എനിക്ക് അധികം സമയം പിണങ്ങിയിരിക്കാൻ കഴിയില്ല, താങ്ക് യു ചേച്ചി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ശ്രുതി പ്രീതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പ്രീതി അവിടെ നിന്ന് പോകും. ഈ സമയത്ത് താഴെ അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രീതിനെ കൊണ്ടുപോകാനാണ്. അപ്പോൾ മുത്തശ്ശി പറയും, എന്തായാലും അവരിന്ന് അവിടേക്ക് വരാനിരിക്കുകയായിരുന്നു, കൊണ്ടുപോകാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, എന്തായാലും ചടങ്ങ് പ്രകാരം കൊണ്ടുപോകേണ്ടതല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് മനോരമ വരുന്നുണ്ട്. കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വരുന്നത്. ഇതും കൂടെ കൊണ്ടുപോകണം കേട്ടോ പോകുമ്പോൾ. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ആചാരപ്രകാരം അല്ല, മുത്തശ്ശി പറയുന്നുണ്ട് പ്രീതിനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട് ശ്രുതിനെ കൊണ്ടുപോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ആചാരപ്രകാരം കല്യാണം കഴിഞ്ഞത് അവളെ മാത്രമല്ലേ, അവളെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കൊരു വിഷമം പോലെ തോന്നുന്നുണ്ട്. അപ്പം മനോരമ പറയുന്നുണ്ട് ഈ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്കുള്ളതാണെന്ന് പറയുമ്പോൾ വേണ്ട, ഈ ഗിഫ്റ്റൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഒരുത്തിന് കെട്ടിച്ച് വിട്ടോടത്തേക്ക് തന്നെ രണ്ടാമത്തോളം കൂടെ വർക്കൗട്ട് നടത്തിയത് എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടേക്ക് എനിക്ക് വരികയാണ്. എനിക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഹായ് ആൻറ്റി, അങ്കിളിനും ആൻറ്റിക്കൊക്കെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു മോനെ എന്ന് പറയാൻ കേട്ടോ. ഞാൻ പ്രീതിനെ കൊണ്ടുപോകാൻ വന്നതെന്ന് കേട്ടോ. അപ്പോൾ വെറി ശ്രുതി എന്ന് ചോദിക്കുകയാണേ. പിന്നീട് കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി പുതിയ ചുരിദാറൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് അമ്മമാരെ കൂടെ പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കാണിക്കുന്നതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.